ലയൺസ് ക്ലബ് ഓഫ് ചെമ്മലമറ്റം സെന്ററിന്റെ നേതൃത്വത്തിൽ മൂന്നിലവ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ബിനോയ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ലയൺസ് ഡിസ്ട്രിക്ട് 318B ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ PMJF ലയൺ ചാൾസ് ജോൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. ചെമ്മലമറ്റം ലയൺസ് ക്ലബ്ബ് ചാർട്ടർ പ്രസിഡന്റ് കുരിയാച്ചൻ തൂങ്കുഴി വിഷയാവതരണം നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലിൻസി സെബാസ്റ്റ്യൻ, ലയൺ മെമ്പർമാരായ മോഹനൻ പിള്ള, സജി പൊങ്ങമ്പാറയിൽ, ഫാദർ അപ്പിച്ചൻ TP, ജോബോയ് ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജീവിതത്തിൽ നമ്മൾ ആരായി തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്ന നല്ല ശീലങ്ങളിൽ ഒന്നാണ് വായനാശീലം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിൽ നിങ്ങൾക്കറിയാം, നമ്മൾ പത്രങ്ങൾ വരുത്തുന്നുണ്ട്. മനോരമ ഓൾറെഡി നമുക്ക് ഈ സ്കൂളിലുണ്ട്. അത് ലയൺസ് ക്ലബ്ബ് കഴിഞ്ഞ വർഷം നമുക്ക് സ്പോൺസർ ചെയ്തതാണ്. ഈ വർഷം അവർ ദീപിക ദിനപത്രം നമുക്ക് സ്പോൺസർ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ലയൺസ് ക്ലബ്ബ് ഏതാണ്ട് 100 വർഷത്തിലധികമായിട്ട് കാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ആയ ഒരു സംഘടനയാണ്. അപ്പോൾ അവർ നമ്മുടെ സ്കൂളുമായിട്ട് സഹകരിച്ച് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ ദീപിക പത്രം നമ്മുടെ സ്കൂളിൽ സ്പോൺസർ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് ഈ ലയൺസ് ക്ലബ്ബിൻ്റെ വിവിധ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ലിൻസി സെബാസ്റ്റ്യൻ ടീച്ചറിനെ ഏറ്റവും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ലയൺസ് ക്ലബ്ബിന്റെ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ചെയർപേഴ്സണുമായ ശ്രീ സിബി മാത്യു പ്ലാത്തോട്ടത്തിനെ ഏറ്റവും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ദീപിക പത്രം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്ന ലയൺസ് ക്ലബ്ബ് അംഗമായിട്ടുള്ള ശ്രീ ചാൾസ് ജോൺ ആണ്. അദ്ദേഹം ഒരു വ്യവസായിയും പ്രവാസിയുമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലയൺസ് ക്ലബ്ബിന്റെ വിവിധ ഭാരവാഹികളുണ്ട്. ചെമ്മലമറ്റം ലയൺസ് ക്ലബ്ബിന്റെ വിവിധ ഭാരവാഹികൾ എത്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫംഗങ്ങളെയും എല്ലാ വിദ്യാർത്ഥികളെയും ഈ യോഗത്തിലേക്ക് ഹർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഐ ക്യാമ്പുകളും സർജറികളും കണ്ണടകളും എല്ലാം സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ, ഷുഗർ പേഷ്യന്റിന് ഇൻസുലിൻ, വീടില്ലാത്തവർക്ക് വീട്, വിവാഹ സഹായം, വിശക്കുന്നവർക്ക് ആഹാരം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ലയൺസ് ഇന്റർനാഷണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെയും ഭാരതത്തിന്റെയും ഒക്കെ ഭാവി വിദ്യാർത്ഥികളെയും യൂത്തിലുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകൾ, ലയൺസ് ഫസ്റ്റ്, പീസ് പോസ്റ്റർ കോൺടെസ്റ്റ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം കുറവായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ലയൺസിനെ പറ്റി. കാരണം ഞങ്ങൾക്ക് 11:04 പാലാ ഗവൺമെന്റ് സ്കൂളിൽ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് എത്തിച്ചേരേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഒരു പ്രോഗ്രാം പെട്ടെന്ന് തീരുമാനിച്ചതാണ്. ഞങ്ങൾ അപ്പുറത്തെ സ്കൂളിൽ, നമ്മുടെ ഹൈസ്കൂളിൽ ദീപിക നമ്മുടെ ഭാഷാപദ്ധതി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പളും ഇവിടെയും ഒരു ദീപിക പത്രം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അന്നേരം തീരുമാനിച്ച് പെട്ടെന്ന് ഞങ്ങൾ കടന്നു വന്നതാണ് നിങ്ങൾ പത്രം തരുവാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന ഉദ്ഘാടനത്തെ പറ്റി മാത്രം ഞാൻ 2 വാക്ക് പറയുകയാണ്. അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയായ പ്രവാസിയാണ്. അദ്ദേഹം കഴിഞ്ഞ 2018 മുതൽ ഇപ്പോഴും ഞങ്ങളുടെ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെട്ട ലയൺസ് ഡിസ്ട്രിക്ട് 318Bയിലെ 125ഓളം ലയൺസ് ക്ലബ്ബുകൾ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ആ കിറ്റുകൾ മുഴുവൻ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത്. അതായത് 1000 രൂപ വിലയുള്ള കിറ്റാണെങ്കിൽ 500 രൂപ ക്ലബ്ബ് മുടക്കിയാൽ മതി. ബാക്കി 500 രൂപ അദ്ദേഹമാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ 2018 മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഈ 125 ക്ലബ്ബുകൾ കൊടുക്കുന്ന ഡയാലിസിസ് കിറ്റുകളുടെ മുഴുവൻ സബ്സിഡി എല്ലാ വർഷവും അദ്ദേഹമാണ് ലയൺസ് ഡിസ്ട്രിക്ട് 318Bക്ക് വേണ്ടി എല്ലാ ലയൺ മെമ്പർമാരുടെയും എല്ലാ ലയൺസ് ക്ലബ്ബുകൾക്കും വേണ്ടി ഡയാലിസിസ് രോഗികൾക്കായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യപ്രവൃത്തി. വേറൊരു പുണ്യപ്രവൃത്തി, പത്തനംതിട്ടയിൽ ഞങ്ങൾക്കൊരു ഡയാലിസിസ് സെന്റർ ഉണ്ട്. അതിൻ്റെയും എല്ലാ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ ചാൾസ് ജോണും അതുപോലെ തന്നെ ഞങ്ങളുടെ പഴയ ഒരു ഡിസ്ട്രിക്ട് ഗവർണർ KA തോമസ് സാറും ഇന്ന് ചാൾസ് ജോണിലൂടെ വന്നിരിക്കുന്ന മോഹൻ പിള്ളയുമാണ്. അത് തികച്ചും സൗജന്യമായിട്ട് യാതൊരു ഫീസും ആരുടെ നിന്നും മേടിക്കാതെയാണ് തികച്ചും സൗജന്യമായിട്ടാണ് ആ ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അതിന് ചെയ്യുവാനായിട്ടാണ് അദ്ദേഹം ദുബായിൽ നിന്നും കടന്നു വന്ന് ഇന്ന് രാവിലെ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ എത്തി. ഈ മുകളിലത്തെ സ്കൂളിലെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. അവിടെ പത്രം കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു പ്രഖ്യാപനം കൂടി നടത്തി. ഈ സ്കൂളിലെ മികച്ച 2 കുട്ടികൾക്ക് ഞങ്ങൾ ഇത്തവണ വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ പ്രധാന പ്രോജക്റ്റുകളാണ് സൈക്കിളും വനിതകൾക്കുള്ള ഓട്ടോറിക്ഷയും. 2 വനിതകൾക്കാണ്. അതിൽ ഇത് 2ഉം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പാലായിലും കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അദ്ദേഹം അവിടെ ഓഫർ ചെയ്തു ഏറ്റവും മിടുക്കരായിട്ട് പഠിക്കുന്ന നല്ല സമർത്ഥരായ 2 പെൺകുട്ടികൾക്ക് ഈ വർഷം സൈക്കിൾ കൊടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ പ്രഖ്യാപിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഈ ഒരു സന്തോഷകരമായ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് 12 സൈക്കിള് അദ്ദേഹം പത്തനംതിട്ട ഒരു പ്രോഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ലയൺസ് ഡിസ്ട്രിക്ട് 318 വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തികൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 31-ാം തീയതി പാലാ സെന്റ് തോമസ് കോളേജില് ക്യാപ്റ്റിംഗ് മിന്നി മിഷൻ അവര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന നമ്മുടെ PMJF ചാൾസ് ജോണിന് കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്കെല്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം നമുക്കെല്ലാം ഇനിയും നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ, നമുക്കൊക്കെ സൈക്കിളുകളും ഇനിയും ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവിടെ നിന്നും ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് കടന്നു വന്ന ചാൾസ് ജോണിന് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ഒരു നല്ല +2 സ്കൂളിൽ വന്ന് പങ്കെടുക്കുന്ന കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. നാട്ടിലുള്ള ഇത്രയും നല്ല രീതിയിൽ പോകുന്ന ഏറ്റവും നല്ല ഒരു +2 സ്കൂളായി ഇവിടെ വന്ന് പ്രോഗ്രാമിങ്ങിൽ പങ്കെടുക്കുന്നതിന് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഇനിയും പറ്റുവാണെങ്കിൽ നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളോ എന്തെങ്കിലുമൊക്കെ നല്ല പ്രോഗ്രാമുകളുമായിട്ട് തീർച്ചയായിട്ടും ലയൺസ് ഡിസ്ട്രിക്ട് 318 ലയൺസ് ക്ലബ് ഓഫ് ചെമ്മലമറ്റവും ലയൺസ് ക്ലബ് ഓഫ് ഹരിവിത്രയും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും. അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. നല്ലൊരു പ്രിൻസിപ്പളും നല്ലൊരു HM-ഉം നമുക്ക് അച്ഛൻ ഉൾപ്പെടെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം എല്ലാവരും തന്നെ ഞാൻ അറിയുന്നതാണ്. എല്ലാം നല്ല അധ്യാപകരുള്ള നല്ല വിദ്യാർത്ഥികളുള്ള നല്ലൊരു വിദ്യാലയം. അവിടെ കടന്നു വന്ന നമ്മുടെ ചെമ്മനാക്കൽ ലയൺസ് ക്ലബിനോടും പത്തനംതിട്ടയിൽ നിന്ന് വന്ന മോഹനും പിള്ളയോടും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാവരോടും ലയൺസ് ഡിസ്ട്രിക്ട് 318 സന്തോഷം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ചാൾസ് ജോണിന് വേണ്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വായനയിലൂടെ കൂടുതൽ പഠിച്ച് അറിവ് നേടുവാനും കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തുവാനും 100% എല്ലാത്തിനും നല്ലൊരു വിജയം, എല്ലാ വിഷയങ്ങൾക്കും A+ മേടിച്ച് തന്നെ ജയിക്കാനുള്ള ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ലയൺസ്. നിങ്ങൾ എല്ലാ ദിവസവും അത് വായിക്കണം. നിങ്ങളിലാണ് രാഷ്ട്രത്തിൻ്റെ പുരോഗതി ഉള്ളത്. നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞ വഴികൾക്കറിയാം. ഞാനിപ്പോൾ നിങ്ങളോടൊരു അങ്ങനെ വലിയൊരു സ്പീച്ചിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ലയണിസം എന്താണെന്ന് അറിയണം. അതിന് എത്ര പേർക്ക് ഇത് അറിയാം എന്നെനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഓരോ ലയൺ ആരെങ്കിലും നിങ്ങളൊരു ലയൺസ് ക്ലബ് മെമ്പർ അവിടെ പോയിട്ട് നമ്മളൊരു ലയൺ മെമ്പർ ആവണമെന്നില്ല. ചെമ്മനമറ്റത്തിൻ്റെ ചാർട്ടർ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ലയൺസ് ക്ലബിൻ്റെ മോട്ടോ തന്നെ എന്ന് പറയുന്നത് സർവീസാണ്. നമ്മളുടെ ഒരു സർവീസ് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മളൊരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിരിക്കും. ഒരു നല്ല ഹ്യൂമൻ ബീയിങ്ങിന് സർവീസ് മൈൻഡ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു സർവീസ് മൈൻഡായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലയൺസ് ക്ലബിലെ ഒരു സബ് ഡിവിഷനുണ്ട്, സ്കോൾഡ് ലിയോ ക്ലബ്. ഇപ്പം ലിയോ ക്ലബിൽ ലയൺസ് ക്ലബിലെ മെമ്പർ ആവണമെന്നില്ല, ലിയോ ക്ലബിലെ മെമ്പർ ആവണമെങ്കിൽ. ഇപ്പം ലിയോ ക്ലബിൽ ചെമ്മനമറ്റം ലയൺസ് ക്ലബിൽ അതിനുള്ള പ്രൊവിഷനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സർവീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലയൺസ് ക്ലബിൻ്റെ മോട്ടോ തന്നെ പറയുന്നത് വേർ ദർ ഇസ് എ നീഡ് ദർ വിൽ ബി എ ലയൺ. എവിടെ ഒരു സർവീസ് ആവശ്യമുണ്ടോ അവിടെ ഒരു ലയൺ കാണും. ലയൺസിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്, ബി സെർവ് എന്നുള്ളതാണ്. ബി സെർവ്, എവിടെ ആവശ്യമുണ്ടോ അവിടെ ഒരു ലയൺ കാണും. അത് പൈസ നമ്മളൊക്കെ ചെയ്യണമെന്നല്ല, നമുക്ക് വോളണ്ടിയറിങ് ചെയ്താൽ മതി. ലയൺസിയം എന്ന് പറയുന്നത് തന്നെ വോളണ്ടിയറിങ് ആണ്. അപ്പോൾ ആ ഒരു തോട്ട് നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങളുടെ ലിയോ ക്ലബിൽ ജോയിൻ ചെയ്യണം. എല്ലാ ഭാവങ്ങളും നേരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടുത്തെ വൺ ഓഫ് ദ ലീഡിംഗ് സ്കൂളാണ്. നിങ്ങളൊക്കെ വളരെ മിടുക്കരാണ്. എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിച്ചിട്ട് ഈ സ്കൂളിൻ്റെ പ്രശസ്തി ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഈവൻ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം. നമുക്ക് നല്ല ഒരു സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. +1 റിസൾട്ട് വരുമ്പോൾ 1ാം സ്ഥാനത്ത് എത്തുന്ന സയൻസിലെ ഒരു കുട്ടിക്കും കൊമേഴ്സിലെ ഒരു കുട്ടിക്കും ഓരോ സൈക്കിളാണ് സമ്മാനമായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ ദിനപത്രങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും അധികം ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം, നമ്പർ 1 സംസ്ഥാനം, ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യ രാജ്യത്തിലെ നമ്പർ 1 സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിച്ചതാണ്. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജില്ലയെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല,
ഈ ദാരിദ്ര്യം എന്ന് പറയുന്നതിൻ്റെ ABCD പോലും അടുത്ത് എത്താത്ത കേരളത്തിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ലയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കോട്ടയം ജില്ല ഇത്രയും മികച്ചു നിൽക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മുടെ കഴിഞ്ഞ ആഴ്ച മാറിപ്പോയ വിഘ്നേശ്വരം മാഡം കളക്ടർ പറഞ്ഞതാണ്, മറ്റെല്ലാ ജില്ലകളെക്കാട്ടിലും നമ്മുടെ കോട്ടയം ജില്ലകളിൽ ചില കാരുണ്യത്തിൻ്റെ മുഖങ്ങളുണ്ട്. അതിലൊരു കാരുണ്യത്തിൻ്റെ മുഖമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ചാൾസ് ജോൺസ് ആണ്. അദ്ദേഹം നമുക്ക് ചെയ്തിരിക്കുന്ന കാരുണ്യ പ്രവർത്തികളെല്ലാം നമ്മൾ കണ്ടു. സാറിന് ഏറ്റവും നന്ദിയുടെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായിട്ട് കൃതജ്ഞത അറിയിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സിബിച്ചേട്ടനാണ്. ഞാൻ സിബിച്ചേട്ടൻ എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അയൽവാസിയാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥലത്തു കൂടിയാണ് ഞാൻ ഞങ്ങളുടെ പ്രോപ്പർട്ടിയുള്ള സ്ഥലത്തൊക്കെ കയറി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 10-25 വർഷമായിട്ട് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നിങ്ങൾക്കുറേ എനിക്കറിയാം. അദ്ദേഹവും ഒരു കാരണത്തിന് മുഖമാണ്. അദ്ദേഹത്തിനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എന്ത് പരിപാടി നടന്നാലും അതിനെല്ലാം ഞങ്ങൾക്ക് ശക്തിയും ഊർജസ്സും ബലവും എല്ലാം നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ബിനോയ് സാറാണ്. ബിനോയ് സാറിനും ഞാൻ നന്ദിയുടെ വാടാമല്ലരികൾ എത്തിക്കുന്നു. അടുത്തതായിട്ട് കൃതജ്ഞത അർപ്പിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ലിൻസി ടീച്ചറിനാണ്. നമ്മുടെ HM ആണ്. ടീച്ചറിനും ഞാൻ കൃതജ്ഞതയുടെ കൂപ്പുകൈ അർപ്പിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. അവസാനമായിട്ട് എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകര്, വാത്സല്യനിധികളായ കുട്ടികൾ, അവർക്കെല്ലാവർക്കും, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും കൃതജ്ഞതയുടെ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ജയ് ക്രൈസ്റ്റ്.